അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇന്നോവയുടെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ A to Z വർക്ക് ഉണ്ടായിരുന്നു. മെക്കാനിക്കൽ വർക്ക്, പാച്ച് വർക്ക്, പെയിൻറ്റ് ടച്ചപ്പ്. ഫുൾ പെയിൻറ്റിംഗ് ഇല്ല, ടച്ചപ്പ് പെയിൻറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫുൾ പാച്ച്, നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഉള്ളിൽ പ്ലാറ്റ്ഫോമിൽ കുറച്ച് പാച്ച് ഉണ്ടായിരുന്നു. നിറയെ തുരുമ്പിൻ്റെ ഭാഗമാണ് ഇതിനകത്തുള്ളത്. ആ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് ഇളകിയ, നേരത്തെ പെയിൻറ്റ് അടിച്ചതാണ്. പെയിൻറ്റ് അടിച്ചത് അത്ര അങ്ങ് ക്വാളിറ്റി ആയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ പെയിൻറ്റ്. അപ്പോൾ അത് പോയവിടെ മാത്രം ഫുൾ പെയിൻറ്റ് അടിക്കേണ്ട കണ്ടീഷനാണ്. പക്ഷേ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞപ്പം പോയവിടെ മാത്രം നമുക്ക് പെയിൻറ്റ് ടച്ചപ്പ് ചെയ്തിട്ട് ബാക്കി ഫുൾ പോളിഷാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഏകദേശം ഭാഗങ്ങൾ, ബോണറ്റ്, അതുപോലെ ഡോറ്, 2 ഡോറ്, ബമ്പർ, ബാക്ക് ബമ്പർ, ഇതെല്ലാം നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ പോളിഷ് ചെയ്ത് വാക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വാക്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. കസ്റ്റമർ വന്നതിന് ശേഷം നമുക്കൊന്ന് തുടച്ച് ക്ലിയർ ആക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിൽ മാറിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ ബുഷ്കറ്റുകൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ക്ലച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, അങ്ങനെ വരുന്ന മെക്കാനിക്കൽ പാർട്സ് ഏറെക്കുറെ വർക്കുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ സ്കേർട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്താണ്. ഇതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ സ്കേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 70 മാറ്റ്, വിനൽ മാറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ 70 മാറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി അതിനകത്ത് നമുക്ക് കയറ്റാനുണ്ട്. പിന്നെ അതുപോലെ വീൽ ആർച്ചിൽ വരുന്ന ക്രോം, സൺവൈസർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫുൾ പെയിൻറ്റ് അടിക്കേണ്ട കണ്ടീഷൻ ആയിരുന്നു വണ്ടി. പക്ഷേ എങ്കിലും സമയം ഇല്ലാത്തത് കൊണ്ടും അത് കസ്റ്റമർ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടും നമ്മളത് ഫുൾ പെയിൻറ്റ് ഇല്ലാതെ ടച്ചപ്പ് പോയ ഭാഗം മാത്രം ടച്ച് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റയുടെ മിറർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതിനവിടെ ആ ഒരു ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പ് മിറർ ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ക്രിസ്റ്റയുടെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ കൺട്രോളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് മോട്ടറിൽ വരുന്ന മിറർ ആയിരുന്നു. അതിൽ ഇപ്പോൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇട്ട് ലൈനൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓട്ടോ ഹോൾഡും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ക്രിസ്റ്റയുടെ മിറർ വെക്കുമ്പോൾ അത്യാവശ്യം നമുക്കൊരു 22 to 24 രൂപ കോസ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. യൂസർ പാർട്സാണ്, പുതിയതല്ല മിറർ. സെക്കൻഡ് പാർട്സ് എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ആ മറ്റേ മിററിൻ്റെ കൺട്രോളറല്ല, നമ്മൾ ഒറിജിനൽ സെക്കൻഡ് ഹാൻഡ് എടുക്കും. പിന്നെ വയറിംഗ് കിറ്റൊക്കെ നമ്മൾ ഇട്ടിട്ട് സെറ്റാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ക്രിസ്റ്റയുടെ മിററും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോഡി സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. കസ്റ്റമറുടെ പ്രത്യേകം ആവശ്യം കൊണ്ട് നമ്മളിതിൽ ബോഡി സ്റ്റിക്കറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫോമിൽ വെള്ളം ഒന്ന് പിടിച്ചാൽ മാത്രമേ ഈ ഒരു പാട പിടിച്ച മാതിരിയുള്ള കളർ ഡിമ്മാവുള്ളൂ. ഫുള്ള് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതും കറക്റ്റ് ഡിമ്മാവും. അപ്പോൾ ബോഡി സ്റ്റിക്കറും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഗ്രില്ലായിട്ടും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും ഇതിനകത്ത് മാറ്റിയിരിക്കും. നമ്പർ പ്ലേറ്റ് ഇങ്ങനെയാണ് ശരിക്കും അടിക്കേണ്ടത്. KL 56 നമ്മൾ 3 അക്ക നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 0 ചേർത്ത് അടിക്കണം. ഇപ്പോഴത്തെ RTO പ്രകാരം നമ്പർ ഏതാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ ഇനിയിപ്പോൾ 10 ഉള്ളൂന്നുണ്ടെങ്കിൽ 0010 എന്ന് അടിക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ഇതിനകത്ത് KL 56 INDയുടെ പ്ലേറ്റ് തന്നെ ആയിരുന്നു. 210 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഫ്രെയിം ഇട്ടിട്ട് അതും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊടുക്കുമ്പോൾ അങ്ങോട്ട് എടുത്താൽ മതി.
ഇനിയൊക്കെ ഫിനിഷിങ് തന്നെ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്കും ഇതിനോട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീൽ ആർസിൽ വരുന്ന ക്രോം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മിറർ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്റ്റയുടെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ക ഫിനിഷിങ് തന്നെ. ഇതിൽ മേൽഭാഗം സ്റ്റീലായിട്ടാണ് വരിക. അതുപോലെ തന്നെ സൺവൈസർ ക്രോം വരുന്ന ടൈപ്പാണ് നമ്മൾ സൺവൈസർ അടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ വാക്സ് ഒക്കെ ഇട്ട് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ വീൽ ആർസിലും അതേപോലെ തന്നെ സ്റ്റീല് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമ്പർ പ്ലേറ്റിൽ ഒരു യു ക്രോം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ റിയർ സ്കേർട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പിലാണ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ ഒരു സെൻറ്റർ പോർഷനും അത് വിട്ടിട്ട് വേറൊരു പോർഷനും നമ്മൾ എന്താ പറയുക ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ആ ബോഡി കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ നമ്മൾ വീൽ ആർച്ച് സെറ്റ് ചെയ്യുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ ബീഡിങ് ഒന്നും സെറ്റ് ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീഡിങ് സെറ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് ആയിട്ട് വേറൊരു രീതിയിൽ കാണാം. അതുകൊണ്ട് അതും നമ്മൾ ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ലെവലിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കേണ്ടത്. ശരിയും നമ്മൾ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ നമ്മളൊരു ഷാർക്ക് ആൻറ്റിനെയും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ 70 മാറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.